പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതോടെ പെരുവഴിക്കായ വി.എസ്. അച്യുതാനന്ദനെക്കുറിച്ച് ചർച്ച ചെയ്ത പോളിറ്റ് ബ്യൂറോ ഒരു ക്യാബിനറ്റ് കസേരയെക്കുറിച്ച് തീരുമാനമെടുത്തു. വി.എസിന് ക്യാബിനറ്റ് റാങ്കോടെ ഒരു പദവി. മുഖ്യമന്ത്രിക്ക് ഉപദേശം നൽകുന്നതിന് വേണ്ടി ഒരു ഉപദേശകനെ തേടുന്നു എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. ഇനിയിപ്പോൾ വി.എസിനെ പിടിച്ച് പിണറായിയുടെ ഉപദേശകനാക്കി കളയുമോ? ശരിക്കും ഒരു ഉപദേശകന്റെ ആവശ്യം മുഖ്യമന്ത്രിക്കുണ്ടോ? അല്ല, മുഖ്യമന്ത്രിക്ക് തന്നെ ഉപദേശകന്മാർ വേണമല്ലോ. ഞാൻ തന്നെ ഇപ്പോൾ ഒരു പുതുക്കക്കാരനല്ലേ. ഈ 98 ഈ രംഗത്ത് നിന്ന് ഇറങ്ങി പാർട്ടി രംഗത്തേക്ക് പോയാളാണല്ലോ ഞാൻ. ഇപ്പം നേരെ ചെന്ന് കയറുകയില്ലേ. അപ്പോൾ എനിക്ക് തന്നെ ഉപദേശം നല്ലോണം വേണ്ടേ, അല്ലാതെ കാര്യങ്ങൾ നടത്താൻ പറ്റും. അപ്പോൾ ഉപദേശകന്മാരുണ്ടാകുന്നതിലൊരു തെറ്റുമില്ല, അത് വേണ്ടി വരും എന്നുള്ളതാണ്. അന്നേരം നിങ്ങൾ എഴുത്തേക്കരുത്, അതാണ് പ്രശ്നം. അപ്പോൾ മുഖ്യമന്ത്രിക്കുള്ള ഉപദേശകനായി വി.എസിനെ പരിഗണിക്കാൻ വല്ല സാധ്യതയും നിലവിലുണ്ടോ? അല്ല, ഉപദേശകന്മാർ അതത് നിലയിലുള്ള വൈദഗ്ധ്യമല്ലേ പ്രധാനം. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. നിങ്ങളെന്തിനാ അതിന് ധൃതി കൂട്ടുന്നു? ചില കാര്യങ്ങളിൽ കാര്യമായ ഉപദേശം വേണ്ടിവരും എന്നാണ് ഒരാഴ്ച പ്രായമാകും മുമ്പ് പിണറായി വിജയൻ മന്ത്രിസഭ തെളിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും അതിരപ്പള്ളിയുടെ കാര്യത്തിൽ കേരളം ആകെ തള്ളിക്കളഞ്ഞ പരിസ്ഥിതിയെയും വനത്തെയും വനവാസികളെയും കീറിമുറിക്കുന്ന ആ പദ്ധതി പൊടിതട്ടിയെടുത്ത് വീണ്ടും അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. സ്വകാര്യ മൂലധനവും ഇമാതിരി പരിഷ്കരണവും എല്ലാം കൂടിയാകുമ്പോൾ ബംഗാൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്ന ഉപദേശമാണ് അടിയന്തരമായി കൊടുക്കേണ്ടത്. ഡെമോക്രസിക്ക് ക്യാബിനറ്റ് പദവിയും ഉപദേശക സ്ഥാനവും ഇല്ലെങ്കിലും ഉപദേശിക്കാം എന്നതിനാൽ കൂടുതൽ ഉപദേശങ്ങളുമായി നാളെ വീണ്ടും വരാം. ഇന്നത്തെ ഉപദേശ നിർദ്ദേശങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.